രാത്രിയായപ്പോൾ നല്ല രസമുണ്ട്. വെട്ടമൊക്കെ ഇട്ടു. ഈ ആംഗിളിൽ നിന്ന് വെട്ടം കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് ആ വെട്ടം പോകുന്നതാണ് കാണുന്നത്. രാത്രിയായപ്പോൾ അതിൻ്റെ നീല കളർ കൂടി തുടങ്ങി. അത് കണ്ടോ, നല്ല നീല കളറായി രാത്രിയായപ്പോൾ. ഇതാട്ടോ അവിടുത്തെ ലൈറ്റ്. ഇവിടുന്ന് ലൈറ്റ് നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് ചെല്ലുവാണ്. നല്ല പച്ച കളറായി അവിടെ. ഇവിടെ എപ്പോഴും ഈ മൂടൽ മഞ്ഞ് പോലെയാണ് ഇവിടെ. നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി നിന്നു. ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഇതാണ് നയാഗ്ര ഫാൾസിൻ്റെ നൈറ്റ് വ്യൂ. അവിടുന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പകൽ കാണിച്ച പോലെ അതെ ആ വെട്ടാണ് അങ്ങോട്ട് പോയി അടിക്കുന്നത് ഫാൾസിലോട്ട്. അവിടെ നിന്നൊരു നല്ലൊരു വ്യൂ ആണ് കണ്ടോ. കളർ വന്നു കഴിയുമ്പോഴത്തേനും ഡിഫറെൻറ്റ് കളറിൽ ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ അമേരിക്കൻ സൈഡിൽ നിന്നുള്ള വാട്ടർഫാൾസിൻ്റെ കളറാണ് ഈ കാണുന്നത്. അതിങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ആ ഫയർ വർക്ക്സ് എന്നാ പറയണേ, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പം പിള്ളേർക്ക് വേണ്ടി ഫുഡ് മേടിക്കാൻ പോകേണ്ട അത് മിസ്സായി. പക്ഷേ നല്ല രസമാണ് കാണാൻ. രാത്രി വ്യൂ അമേസിങ് ആണ്. നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ്. ഇതാണ് നൈറ്റ് വ്യൂ. ഇനി അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ ജൈൻ വീല് മിന്നി തിളങ്ങി നിൽക്കുന്ന കാണാം. പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ടവർ അതും ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതും ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുകയാണ്. പിന്നെ ക്യാസിനോകളെല്ലാം രാത്രി ഒരു അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അത് അവിടെ നിന്ന് ലൈറ്റ് പോണതാണ് വാട്ടർഫാളിലോട്ട്. എപ്പോഴും ഇങ്ങനെ നീല, പച്ച, ചുമല ഇങ്ങനെ കളറുകൾ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു ഫയർ വർക്ക്സിൻ്റെ സമയത്ത്. ഈ റോഡ് ഫുള്ള് ആൾക്കാർ കാണാൻ ക്യൂ ആയിരുന്നു. സമ്മറായിട്ട് ഒരു ചെറിയ തണുപ്പുള്ളൂ കേട്ടോ, വലിയ തണുപ്പൊന്നുമില്ല. നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന തണുപ്പുള്ളൂ. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും വരുന്നവർക്ക്. നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടം തുടങ്ങണതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇതാണ് ആ സ്ഥലം. ഇവിടുന്ന് ഇതെങ്ങോട്ടാണ് വെള്ളം പോയി ചാടുന്നത്. ഇതിൽ നടക്കാൻ നല്ല രസമാണ്. ഉണ്ടോ, ഇതിലൊരു വാക്കിംഗ് വേ ഉണ്ട്. ഇതിൽ നടക്കാൻ പറ്റും. ഈ വാക്ക് വേ കൂടെ നടക്കാൻ പറ്റും. നടന്ന് ഇതെവിടെയാണ് വെള്ളം പോയി ചാടുന്നത്. ഇവിടെ ആ പവർ ഹൗസിൽ നിന്ന് പവർ സ്റ്റേഷൻ കണ്ടോ, അവിടെയുണ്ട് ആ വട്ടം കാണുന്നിടത്ത്. ആ പവർ സ്റ്റേഷനിൽ നിന്ന് വെള്ളം, ആ ലൈറ്റ് കാണുന്നതാണ് പവർ സ്റ്റേഷൻ. ആ പവർ സ്റ്റേഷനിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വന്ന് ഇതവിടെ പോയാണ് ചാടുന്നത്. ഇവിടെ വെള്ളം കുത്തി ചാടി.
രാത്രി 11 മണിയായിട്ടോ. രാത്രി 11 മണിക്കാണ് ഞാൻ ഇതിൽ കൂടെ ഇറങ്ങി നടക്കുന്നത്. അപ്പോഴും ഇതുപോലെ ലൈറ്റെല്ലാം ഉണ്ട്. ആ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലെ വരുന്നത്. കാണാൻ ഭയങ്കര പാടാണ്. അവിടെ പോയാണ് വെള്ളം ചാടുന്നത് താഴത്തോട്ട്. ഇനി വലിയ വ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന്. നമ്മൾ ഈ ഹോട്ടലുകളും ക്യാസിനോയൊക്കെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പം. അങ്ങോട്ടങ്ങനെ നയാഗ്ര കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അവിടെ നിന്ന് നടന്ന് ഈ വെള്ളം ചാടുന്നതിൻ്റെ അവിടെ എത്തി. ഇതാണ് വെള്ളം ചാടുന്ന സ്ഥലം. തൊട്ടതിന് മുമ്പുള്ള സ്ഥലമാണ്. രാത്രിയാണ്ടൊന്നും കാണത്തില്ല. ഷോപ്സ് എല്ലാം അടച്ചു പോയി. നമ്മൾ നല്ല വ്യൂ പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയിൽ. വന്നു കഴിയുമ്പോഴത്തേനും വെട്ടം വരുന്നുണ്ട്. തൊട്ട് താഴെ ഇതാണ് വെള്ളം ചാടുന്ന സ്ഥലം. തൊട്ട് താഴെ എത്തി. ഈ താഴെ കാണുന്നതാണ്, ഈ തൊട്ട് താഴെ കാണുന്നതാണ്. ഇവിടുന്ന് എടുത്ത് ചാടിയ ഒരാൾ തീരും. അത്ര ഇതാണ്, ഇത്ര അടുത്താണ്. കാനഡയിലായതുകൊണ്ടാണ് നമുക്ക് ഇത്ര അടുത്ത് വ്യൂ കിട്ടുന്നത്. കയറി നേരെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മൾ USA അല്ലാണ്. വെറും 10 മിനിറ്റ് ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് കടന്നാൽ മതി. ഇപ്പോൾ നമ്മളീ പോകുന്ന ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പോഴും ടൗൺ ആക്റ്റീവാണ്. നയാഗ്ര ടൗണാണ്. ക്യാസിനോയും ഹോട്ടലുകളും എല്ലാം തുറന്നിരിക്കുകയാണ്. ഇച്ചിരി തിരക്ക് കുറഞ്ഞിട്ട് തുടങ്ങി. 10 വരെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. മൊത്തം തിരക്കാണ്. ഫുഡ് സ്ട്രീറ്റുകളും ഗെയിമുകളും. നമ്മൾ ജെയിൻ വീലിൻ്റെ താഴെ എത്തി. അവിടെ ഇതുപോലെ ഇതുണ്ടോ, സമയം 11:45 രാത്രി. ഇതാണ് ആഘോഷ നഗരം. ട്രേഡിംഗ് കമ്പനി എല്ലാം ഉണ്ട്. ഫുള്ള് സ്ട്രീറ്റിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ആണ്. ജെയിൻ വീലൊക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പക്ഷേ ഈ ഗാംബ്ലിംഗ് സെൻറ്ററുകളും ബാക്കിയുള്ള ഫുഡ് സെൻറ്ററുകളും എല്ലാം ഓപ്പണാണ്.
അങ്ങനെയുള്ളതെല്ലാം ഓപ്പണാണ്. ആൾക്കാർ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ആൾക്കാരിപ്പോഴും ഫുള്ള് സ്ട്രീറ്റിൽ കൂടെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഫുഡ് സെൻറ്റർ ഇത് ഫുഡ് ഷോപ്പായ ടിം ഹോട്ടൻസ് ഇപ്പോഴും ഓപ്പണാണ്. DQ ദുൽഖർ സൽമാൻ അല്ല കേട്ടോ. ഇവിടെ പിസ്സയ്ക്ക് പിസ്സ, ബർഗർ, ചിക്കൻ ഗ്രിൽഡ്, അതായത് അങ്ങനെ എല്ലാ ഷോപ്പുകളും ഉണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലെയാണ്. ഇവിടെ ഒരു പബ്ബാണ് കാണുന്നത്. പബ്ബിൽ ഇപ്പോഴും ആൾക്കാർ നിന്ന് ഡ്രിങ്കിനൊക്കെ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഡ്രിങ്ക്സൊക്കെ ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ലൈവ് മ്യൂസിക് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒരു പാട്ട് പാടുകയാണ്. ഇവിടെ പബ്ബിൽ നിന്ന് എല്ലാവരും ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്റ്റേജിൽ കുറേ ആളുകളുണ്ട് പാട്ട് പാടാൻ. അടിപൊളിയാണ്. ഉല്ലാസം. ആൾക്കാരിരുന്ന് ബീറും നുണഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നയാഗര ഫാൾസിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.